സ്വർഗത്തിലിരിക്കുന്നവൻ ചിരിക്കുന്നു. ആ ഭാഗം പറഞ്ഞിട്ടെടുത്ത വാക്യത്തോട് കൂറ് പുലർത്താം. ഇവർ ഈ വ്യർത്ഥ നിരൂപണങ്ങളും അഭിപ്രായങ്ങളുമെല്ലാം ദാവീദിനെതിരെ കരുക്കൾ ഒരുക്കുമ്പോൾ സ്വർഗത്തിലിരിക്കുന്നവൻ ചിരിക്കുന്നു. ഇത് ഞാൻ ഓർപ്പിച്ചല്ലോ, മശികയ സങ്കീർത്തനമാണ്. കർത്താവിനോട് ബന്ധപ്പെട്ട് ഇത് തന്നെ ഇടയ്ക്ക് കയറി അങ്ങ് പറയാം, ഇടയ്ക്ക് കയറി പറയാം. നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുവേശു മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് സ്വർഗമഹിമകൾ വെടിഞ്ഞ് ഈ താണലോകത്തിലിറങ്ങി നിന്ന് കന്യാസൂനുമായി ഈ ഭൂമിയിൽ അവതരിച്ച് നാടെങ്ങും നന്മ സുവിശേഷിച്ച് നാനാവ്യാധികളാലും ബാധകളാലും വലഞ്ഞവരെ യേശു സൗഖ്യമാക്കി. യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകളുടെ രീതി അങ്ങനെ: ആദ്യ ഉപദേശം, പിന്നെ പ്രസംഗം, അത് കഴിഞ്ഞ് സൗഖ്യം. മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 23 ഒന്ന് വായിച്ചേ. യേശു പിന്നെയും ഗലീലയിലൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും, ഉപദേശം ആദ്യ ഉപദേശം, പിന്നെ രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും, പ്രസംഗം 2 പ്രസംഗം, പിന്നെ ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയെയും സൗഖ്യമാക്കുകയും ചെയ്തു. ഓർഡർ അതാ: ഉപദേശം, പ്രസംഗം, സൗഖ്യം. ഇപ്പൊ നേരെ തലതിരിവാന്നല്ലോ മൊത്തം. ഒരു വാക്യം കൂടെ വായിച്ചു ഉറപ്പിക്കാനാ. 9:35 മത്തായി. യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കി. അവിടെ ഓർഡർ ഇതാ: ഉപദേശം, പ്രസംഗം, രോഗശാന്തി. ഇന്നിപ്പോ നേരെ വെളിവില്ലാത്തവനെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ആദ്യ സൗഖ്യം അത് ഇന്നുമുണ്ട്, പിന്നെ ഒരു ചെറിയ പ്രസംഗമുണ്ട്, അതുകൊണ്ട്. പക്ഷെ ഉപദേശം മാത്രം അല്ല. ഉപദേശമാരും ഇപ്പൊ ഇല്ല. എല്ലാ റവറന്റ് ഡോക്ടർ ഉപദേശമാരും ഇല്ല, എല്ലാം ഡോക്ടർമാരാ. അതിന് വിശ്വാസിക്ക് മുഴുവൻ ദീനോവാ. തമാശ പറഞ്ഞതല്ല, മുഴുവൻ ഡോക്ടറാ. അതാരാ? അത് ഡോക്ടർ സാൻകുട്ടി, ഇത് ഡോക്ടർ തങ്കച്ചൻ, ഇത് ഡോക്ടർ പാപ്പി. കാപ്പ് കുടിക്കാൻ പോലും വകുപ്പില്ല, എന്നാലും ഡോക്ടർ. വിശ്വാസിക്ക് മുഴുവൻ ദീനവും. ആരാധന കഴിഞ്ഞേച്ച് ഡോക്ടർ ആ വണ്ടിയിൽ ആശുപത്രിയിലോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നില്ലേ? പിന്നെ ഇങ്ങനെ ഇരിക്കുന്നേ. ദൈവത്തിന് മഹത്വം. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ ഏത് ഉപദേശം, പിന്നെ പ്രസംഗം, അത് കഴിഞ്ഞ് സൗഖ്യം. ഇത് 3 ഉണ്ട്. പക്ഷെ ഇന്ന് ചിലയിടത്ത് 2 ഉള്ളൂ: സൗഖ്യം, ഒരു ചെറിയ പ്രസംഗം, ഉപദേശമില്ല. കർത്താവ് വെച്ച വ്യവസ്ഥ ഇതാ. എന്തുവാ? ടീച്ചിങ്, ഇംഗ്ലീഷ് ഇരിക്കട്ടെ. ടീച്ചിങ്ങും പ്രീച്ചിങ്ങും ഹീലിങ്ങും. തെറ്റിയോ? അച്ഛൻ അവിടെ നിന്ന് ചിരിക്കുന്നു. ഇംഗ്ലീഷൊക്കെ പറയാറായോ എന്നായിരിക്കും. ഒന്ന് പരിശ്രമിച്ച് നോക്കുക. അതെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവിടുത്തെ അടുക്കൽ ചെന്ന ആരെയും വെറുതെ വിട്ടിട്ടില്ലല്ലോ. ആരും വെറുതെ പോയിട്ടില്ല. വന്നവർക്കെല്ലാം വിടുതല. യഹൂദന്മാർക്കും റോമക്കാർക്കും പട്ടാളക്കാർ അല്ലാത്തോർക്കും, യഹൂദന്മാർക്കും റോമക്കാർക്കും പട്ടാളക്കാർ അല്ലാത്തോർക്കും ഇഷ്ടം പോലെ എന്തും ചെയ്യുവാൻ കുഞ്ഞാടുപോൽ നിന്നല്ലോ നീ. ഇഷ്ടം പോലെ എന്തും ചെയ്യുവാൻ കുഞ്ഞാടുപോൽ നിന്നല്ലോ നീ. കർത്താവേ നിൻ രൂപമല്ലേ
ശ്രദ്ധിക്കുക, വന്നവർക്കെല്ലാം വിടുതലും സൗഖ്യവും. മാത്രമല്ല ഉപദേശവും പറഞ്ഞു, പ്രസംഗവും ഉണ്ട്, സൗഖ്യവും. അവിടുന്ന് ഈ ശുശ്രൂഷകളെല്ലാം ചെയ്ത് മരിച്ചവരെ ഉയർപ്പിച്ച് സകല ദീനത്തിനും സൗഖ്യം വരുത്തി, സകല ദീനക്കാർക്ക് സൗഖ്യം വരുത്തി. ഒടുവിൽ തിരുവെടുത്ത് അവിടത്തെ പറ്റി നിർണയിച്ചു വെച്ചത് കൊണ്ട് കൊരിന്ത്യ ലേഖനം 1-15 പൗലോസ് അത് വ്യക്തമായി പറഞ്ഞല്ലോ. തിരുവെഴുത്തിൻ പ്രകാരം ഞാനിങ്ങനെ പറഞ്ഞ ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് അവിടുന്ന് ഉയർത്തു യേശു ക്രിസ്തു. അപ്പൊ തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് കഷ്ടാനുഭവങ്ങളിൽ കൂടി പോകുകയാണ്. മുഖത്തെ രോമമെല്ലാം പിഴുതെടുക്ക്, കണ്ണ് മൂടിക്കെട്ട്, കന്നത്ത് അടിയേറ്റ്, കാർക്കിച്ച് തുപ്പലേറ്റ്, മുതുക ഉടവിചാല് പോലെ നീളത്തെ കീറപ്പെട്ട്, കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാർ വിരൂപമാക്കപ്പെട്ട യേശു അടിച്ചും ഉപദ്രവിച്ചും ആക്ഷേപിച്ചും പരിഹസിച്ചും അവിടുത്തെ ആ കാൽവറിയിലേക്ക് നടന്നു നീങ്ങുകയാണ്. എന്തിനേറെ അവിടെ ചെന്ന് ക്രൂശിൽ ആണികളാൽ തറയ്ക്കപ്പെട്ട് ഒടുവിൽ അവിടുന്ന് ഉറക്ക നിലവിളിച്ച് പ്രാണനെ വിട്ടു. മരിച്ചെന്ന് ഉറപ്പ് വരുത്തുവാൻ വിലാപ്പുറത്ത് കുത്തി രക്തവും വെള്ളവും ചാടിപ്പുറപ്പെട്ടു. എനിക്ക് തോന്നുന്നത് PV തൊമ്മിയാന്ന് തോന്നുന്ന ഒരു വരി എഴുതി, പാടാൻ വലിയ സ്വരവും ട്യൂണും അതില്ല. ആ വരി ഇങ്ങനെ: കരുണയില്ലാത്ത പടയാളിയോരു പെരിയ കുന്തം അങ്ങെടുത്തു, കരുണയില്ലാത്ത പടയാളിയോരു പെരിയ കുന്തം എടുത്തു, ഊത്തി തുറന്നു ചങ്കിൽ നുടനെ ഒഴുകി ജലവും രക്തവും ഉടനെ, ഊത്തി തുറന്നു ചങ്കിൽ നുടനെ ഒഴുകി ജലവും രക്തവും ഉടനെ. അവിടുന്ന് മരിച്ചെന്ന് ഉറപ്പ് വരുത്തുവാൻ വിലാപ്പുറത്ത് കുത്തി രക്തവും വെള്ളവും ചാടി പുറപ്പെട്ടു. രാത്രി വന്ന നിക്കോദോമോസും അരിമത്തിയിലെ യോസേപ്പും പിലാത്തോസിന്റെ അനുമാനത്തോടെ നമ്മുടെ കർത്താവിന്റെ തിരുശരീരം ക്രൂശിൽ നിന്ന് ഇറക്കി 100 റാത്തൽ സുഗന്ധക്കൂട്ടുള്ള നിർമ്മല ശീലയിൽ പൊതിഞ്ഞ് അരിമത്തിയിലെ യോസേപ്പിന്റെ ആരും വെക്കാത്ത ആ ക്രൂശിച്ചതിനടുത്തുള്ള തോട്ടത്തിലെ ആ പുത്തൻ കല്ലറയിൽ കൊണ്ട് ക്രിസ്തുവിനെ അടക്കി. യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് മരണത്തിലും സമ്പന്നന്മാരോടുകൂടി. മത്തായി പറഞ്ഞത് ഇന്ന് ഈ തിരുവെഴുത്തിന് നിവൃത്തിയും വന്നെന്നാണ്. അടക്കി. അയ്യോ, ത്രിവിധ ശക്തികൾ വെല്ലുവിളിക്കുക, മതശക്തിയും രാഷ്ട്രീയ ശക്തിയും പൈശാചിക ശക്തിയും. യഹൂദമതം ഒന്നടങ്കം വെല്ലുവിളിക്കുക, യേശു ഉയർക്കരുത്. റോമൻ ഗവൺമെന്റും തത്തുല്യമായിട്ട് വെല്ലുവിളിക്കുക, യേശു ഉയർക്കരുത്. പൈശാചിക ശക്തികൾ ഒന്നടങ്കം വെല്ലുവിളിക്കുക, യേശു ഉയർക്കരുത്. ഇങ്ങനെയൊക്കെ വെല്ലുവിളിച്ച് ഇവര് തന്ത്രങ്ങൾ മെനയുമ്പോൾ സ്വർഗത്തിലിരിക്കുന്നവൻ ചിരിക്കുക. മഹാപുരോഹിതന്മാരാകുന്ന അന്നാസും അയ്യപ്പാവും എല്ലാം ഓടി നടക്കുക. അപ്പം വേറെ ആൾക്കാർ എന്ന് പറഞ്ഞു, അയ്യോ ചതിയൻ ജീവിച്ചിരുന്നെന്ന് പറഞ്ഞു ഉയർക്കുമെന്ന്. മരിച്ചാലേ അവന്റെ യജ്ഞന്മാരാണ് എല്ലാം കള്ളന്മാരുവാ. യവന്മാർ രാത്രി വന്നെങ്ങാനും അടിച്ചെടുത്തോണ്ട് പോയാൽ പിന്നെ ആദ്യത്തേലും പിന്നെ വിനയാ. അപ്പൊ പറഞ്ഞു എന്നാ പോകുമ്പഴി വലിയ കല്ലുരുട്ടി കല്ലറയുടെ വാതിലോട്ട് അങ്ങ് വെച്ചു. ഭയങ്കരം കല്ല്. ഞാനിതുവരെ പോയില്ല. സാറ് പോയോ? ഇസ്രായേലി പോയോ? ഭയങ്കരം കല്ലാന്ന്. ആ വലിയ കല്ല് ഉരുട്ട. അപ്പൊ ഇവന്മാർ കല്ലുരുട്ടുമ്പോഴെല്ലാം സ്വർഗത്തിൽ ഇരിക്കുന്നവൻ ചിരിക്കുക. നമ്മുടെ ആൾക്കാരായിരുന്നു എന്തെല്ലാം അഭിപ്രായം പറഞ്ഞു, എടാ ആഞ്ഞുരുട്ടണം, അത് ശരിക്ക് വെക്കണം. അപ്പം അവിടെ അടഞ്ഞോന്ന് നോക്കി. പിന്നെ മറ്റവൻ പറഞ്ഞു തങ്കച്ചാച്ചിയുടെ വിടവുണ്ടെന്നാ. അന്നേരം സ്വർഗത്തിരിക്കുന്നവൻ ചിരിക്കുക, ഇവന്റെ വിടവ് കണ്ട്. ദൈവത്തിന് മഹത്വം. ചിരിക്കുക. ഉടനെ ഇവന്മാര് പറഞ്ഞു കല്ല് മാത്രം വെച്ചാൽ പോരാ, ഗവൺമെന്റിന്റെ മുദ്ര കൊണ്ടുവെക്കണം. അന്നേരം സ്വർഗത്തിരിക്കുന്നവൻ സ്തോത്രം. അന്നേരം പറഞ്ഞു മുദ്ര മാത്രം പോരാ, പടയാളികളെ ഏർപ്പെടുത്തണം. ഏതാണ്ട് 100 പടയാളികൾ ആ കുന്തവും പരിചയമായിട്ട് ഇങ്ങനെ നിൽക്കുക. ഇവന്റെ എല്ലാം നിപ്പ് കണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ച് ഞങ്ങളിപ്പം ലൈവിലുണ്ട്. എവിടാ? കല്ലറയുടെ. സ്വർഗത്തിരിക്കുന്നവൻ ചിരിക്കുക. 3-ാമത്തെ ദിവസം സ്വർഗത്തിൽ നിന്ന് ദൂതൻ അങ്ങോട്ട് ഇറങ്ങി. ലൂക്കോസിലൊക്കെ വായിക്കുന്ന ശക്തിയും ബലവുമേറിയ ദൂതന്മാർ. ദൈവത്തിന്റെ രഥങ്ങൾ 1000 കോടി ദൂതന്മാര്.
ഒരു ദൂതന്റെ ആക്കം 1,85,000 ഒറ്റയടിക്ക് തകർത്ത്. വേറെ ദൂതം ഒറ്റയടി അടിച്ചപ്പോൾ ചക്രവർത്തി ക്രമിക്കരയായി. സ്തോത്രം. വേറെ ദൂതം വന്ന് വിലാപ്പുറത്തൊരടി അടിച്ച് ഇരുമ്പ് വാതിലും തുറന്ന് വെളിയിലോട്ടിറക്കി വിട്ട്. ഈ ടൈപ്പ് ദൂതന്മാരാ എനിക്കും നിനക്കും പെണ്ണമേ കാവല്. അന്നേരം ഇരിക്കും അപ്പ ഇമാരുന്ന് മോങ്ങാതെ നിനക്ക് ദൈവദൂതന്മാര് കാവല. സ്തോത്രം സ്തോത്രം. ദൂതനം കൊണ്ട് സമയത്തിറങ്ങി അടിച്ച് കല്ലടിച്ച് മാറ്റി വെച്ച നിന്റെ മണ്ട കയറിയിരിക്കുക. സ്വർഗത്തിരിക്കുന്നവൻ ചിരിക്കുന്നെന്ന്. ഈ കല്ലൊന്നും നിന്നെ തടഞ്ഞു വെക്കാനൊക്കത്തില്ല. ഈ മുദ്രയൊന്നും നിന്നെ തടഞ്ഞു വെക്കാനൊക്കത്തില്ല. ഈ പടയാളികളൊന്നും നിന്നെ തടഞ്ഞു വെക്കത്തില്ല. തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് ഉയർത്തു. കല്ലറ തുറന്നവൻ വൈരിയെ തകർത്തു. കല്ലറ തുറന്നവൻ വൈരിയെ തകർത്തു. വല്ലഭനായവനെ വല്ലഭനായവനെ ശ്രീയേശുവേ വന്ദനം ചെയ്തിടും. ഓ നിരന്തരം വന്ദനം ചെയ്തിടുവിൻ. ശ്രീയേശുവേ വന്ദനം ചെയ്തിടുവിൻ. വന്ദനം ചെയ്തിടുവിൻ. വന്ദനം ചെയ്തിടുവിൻ. കരമുയർത്തി കർത്താവിന്റെ മഹത്വം കൊടുക്കുക. സ്വർഗ്ഗത്തിലിരിക്കുന്നവൻ ചിരിക്കുക. ഇന്ന് രാത്രി കൂടപ്പെട്ട ദൈവമക്കളോട് പറയാം, നിനക്കെതിരെ കല്ലുരുട്ടി വെച്ചെന്ന് വരാം, നിരവധി മുദ്ര കൊണ്ട് വെച്ചെന്ന് വരാം, എനിക്കും നിനക്കുമെതിരെ അവൻ പടയാളികളെ ഏർപ്പെടുത്തിയെന്ന് വരാം. നീ ചഞ്ചലിക്കരുത്, നിരാശപ്പെട്ടു പോകരുത്, തളർന്നു പോകരുത്. ഇതൊക്കെ കാണുമ്പോൾ സ്വർഗത്തിരിക്കുന്നവൻ ചിരിക്കുക. നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. തക്ക സമയത്ത് അവൻ നിന്നെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള ഭുജത്തിന്റെ കീഴിൽ നീ താണിരിക്ക. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ദൈവ യുദ്ധം ചെയ്യും. ഇന്ന് രാത്രി അവൻ കോട്ടകളെ ഇടിക്കുന്ന ദൈവശക്തി. ഇന്ന് രാത്രി ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോവുകയാ. അനുഭവിക്കുന്നവർ ഈ രാത്രി ദൈവത്തിന് മഹത്വം